വടകര മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF. വടകര സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രകടന പത്രിക പ്രകാശനവും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 48 ഡിവിഷനുകളിൽ CPIM 32, CPI 3, RJD 5, കോൺഗ്രസ് S 1, NCP 1, CPIM സ്വതന്ത്രൻ 1, JDS 1 വാർഡുകളിൽ മത്സരിക്കും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. C. കുമാരൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPIM ഏരിയ സെക്രട്ടറി TP ഗോപാലൻ, R. സത്യൻ, KK കൃഷ്ണൻ, TV ബാലകൃഷ്ണൻ, T. രാധാകൃഷ്ണൻ, കൊയിലോത്ത് ബാബു, റഫീഖ് അഴിയൂർ, C. രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KC പവിത്രൻ സ്വാഗതം പറഞ്ഞു. ശേഷിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളാണ് ഇനിയും ഈ നാടിൻ്റെ വികസന കുതിപ്പിന്, നഗരത്തിൻ്റെ വികസന കുതിപ്പിന് ആക്കം കൂട്ടുന്നതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച ശരിയായ രൂപരേഖ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിലൊന്നും മറച്ചുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നഗരത്തിൻ്റെ എല്ലാവിധത്തിലുമുള്ള വികസനവും ജനങ്ങളുടെ ക്ഷേമവുമാണ് ഞങ്ങളുടെ പരമമായ ദൗത്യം. അത് നിറവേറ്റുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അനുസൃതമായി ജനങ്ങളെ ചേർത്ത് നിർത്തി ഓരോ പ്രദേശത്തും ഓരോ വാർഡിലും അതിന് തങ്ങളാലാവുന്ന വിധത്തിൽ, മനുഷ്യസാധ്യമായ വിധത്തിൽ ഇടപെടാനും പ്രവർത്തനങ്ങൾ നടത്താനും എല്ലാം സന്നദ്ധതയുള്ള ആളുകളെ, മികവാർന്ന പൊതുപ്രവർത്തകന്മാരെയാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടെ ഈ നഗരത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 48 വാർഡുകളിൽ 4 വാർഡുകൾ ഒഴികെ 44 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പറയുകയാണ് ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞത്. നാളെ 4 വാർഡിലത് നാളെ പരസ്യപ്പെടുത്തും എന്ന നിലയിലാണ്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, 48 വാർഡുകളിൽ മഹാഭൂരിപക്ഷം വാർഡുകളിലും നിലവിലുള്ളതിനേക്കാളും എത്രയോ ഏറെ മെച്ചപ്പെട്ട നിലയിൽ 48 വാർഡിലും ജയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതൊരു അധിക പ്രസംഗമായിട്ട് ആളുകൾക്ക് തോന്നും. ഞങ്ങൾ ഏതാനും വിരലിലെണ്ണാവുന്ന ഒരു 4-5 വാർഡുകൾ ഒഴികെ, അത് ഇന്നതൊന്നിപ്പോൾ പറയാനാവില്ല, ചിലപ്പോൾ അത് 48 100% വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഒരു 85-90% സീറ്റുകളും കൈവരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര മുനിസിപ്പാലിറ്റിയിൽ മേധാവിത്വത്തോടെ അധികാരത്തിൽ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അത് മുനിസിപ്പാലിറ്റിയെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ആരും എന്നോട് പറഞ്ഞു, ഇവിടുത്തെ പാർലമെന്റ് മെമ്പർ ഇവിടെ ഒന്നും നടന്നിട്ടില്ലെന്ന്. അത് നമ്മളൊക്കെ ഇരിക്കുന്ന ഈ ചത്തുരത്തിൽ നിന്നുകൊണ്ട് മുനിസിപ്പാലിറ്റി എന്താണ് ചെയ്തതെന്ന് അങ്ങനെ ഒരു ചോദ്യം, ഇത് ഒന്നും വട്ടപൂജ്യമാണ് എന്ന് ഇവിടെ നിന്ന് പറയുമ്പോൾ ആളുകളെ കൊഞ്ഞനം കുത്തലാണ് എന്നുള്ളത് വടകര നഗരത്തിൻ്റെ നാടിമടി പറയാവുന്ന, ഇവിടെ എന്തെല്ലാമാണ് നടന്നത് എന്ന് അനുഭവിച്ചറിയുന്ന ജനങ്ങളെ അങ്ങനെ കൊഞ്ഞനം കുത്തേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരു ആശ്വാസമുണ്ട്, അദ്ദേഹം എവിടെ പോയി പ്രസംഗിച്ചാലും അത് കോൺഗ്രസിൻ്റെ സ്കൂൾ പൂട്ടുന്ന നിലയിലേക്കാണ് ഫലം വരിക. ബീഹാർ പോയിട്ട് 2 ആഴ്ച മെനക്കെട്ടിട്ട് വന്നതാ. അയാൾ പോയിട്ട് പ്രസംഗിച്ചെടുത്തെല്ലാം കോൺഗ്രസ് തോറ്റു. പാർലമെന്റ് മെമ്പറാണ്, ആനയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എന്തെല്ലോ കണ്ടമുണ്ട ഇന്ത്യയും എന്തെല്ലാം കാഴ്ചി എല്ലാ സീറ്റിലും തോറ്റു. ആ ജാള്യതയായിട്ടാണ് ഇവിടെ വന്നിട്ട് പറയുന്നത്. പിന്നെ ഞാനതിൻ്റെ അങ്ങനെ ഒരു വിമർശനത്തിലേക്കൊന്നും പോകുന്നില്ല. അതൊന്നും ഇവിടെ ഏസാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് അവരുടെ ജീവിതാനുഭവമാണ് വലുത്, അല്ലാതെ തരികിടകളല്ല. ജനങ്ങൾക്ക് അവരുടെ ജീവിതാനുഭവം എന്താ? സംസ്ഥാനത്ത് നടക്കുന്ന വികസന മുന്നേറ്റമുണ്ട്, ജനങ്ങളുടെ എല്ലാ നിലയിലുമുള്ള ക്ഷേമ നടപടികൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടിയുണ്ട്. അതിനനുസൃതമായിട്ട് വടകര നഗരസഭ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. നഗരസഭയിലെ